ഹായ് നമസ്കാരം, അഭിലാഷ് ആട്ടായാണ്. ഒപ്പം പ്രിയപ്പെട്ട കലാകാരൻ ആട്ടായത്തിൻ്റെ മണിമുത്ത് ബഷീർ ആട്ടായം, ഒരു മിമിക്രി കലാകാരനാണ്. അപ്പോൾ ഇദ്ദേഹം ചില നമ്പറുകൾ അവതരിപ്പിക്കുന്നതാണ്. നമസ്കാരം. എന്താണ് ഇക്കയുടെ കഴിവുകൾ? ജനങ്ങൾ അറിയട്ടെ, ഏതൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ ഉമ്മൻചാണ്ടിയുടെ സൗണ്ട് ചെയ്യാറുണ്ട്. ഓ, അറിയുന്നെടുക്കുക എടുക്കുക. ഉമ്മൻചാണ്ടി സൗണ്ട് കേട്ടോ. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ വോട്ട് ചെയ്യാൻ ഈ അസിസിയിൽ എത്തി നമ്മുടെ വോട്ട് ചെയ്തു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കാര്യം. വേറെ എന്തെങ്കിലും ചെയ്യോ? ആടിൻ്റെ സൗണ്ട് ഫേമസ് ആണല്ലോ ഇക്കട. ആടിൻ്റെ കുഴപ്പമില്ല. ആന്നെടുക്ക്. ആട് കോഴിയുടെ ആന്നെടുക്ക. കോഴി അടിപൊളി. ഒറിജിനൽ കോഴി കൂവി. ആടിൻ്റെ ചെയ്യോ? ആട് ചെയ്യും. പക്ഷെ ആട് ഇങ്ങനെ ഒരു കെട്ടി തൂങ്ങി ചാവുന്ന ഒരു സൗണ്ട്. എന്നാ ശരി, എടുക്ക. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി പറ. അടിപൊളി. അപ്പോൾ എന്തായാലും ഇക്കാക്ക് കോമഡി ഉത്സവത്തിൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹമാണ് കൂട്ടുകാരെ. ബഷീർക്കാന്ന് പറയുമ്പോൾ മിമിക്രിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് സൗണ്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു മടി ഇക്കാക്ക് അവതരിപ്പിക്കാൻ. പൊതുതലത്തെ സ്റ്റേജിലാണെങ്കിൽ പുള്ളി അടിപൊളിയാവും എന്നാണ് പറഞ്ഞത്. മൈക്കൊക്കെ ഇടുന്നത്. വേറെ ഏതെങ്കിലും ചെയ്യോ സൗണ്ട്? വേറെ സൗണ്ട് നമ്മുടെ ഈ ജനാർദ്ദൻ്റെ സൗണ്ട്. എടുക്ക. ഓ, തങ്കപ്പടല്ല അവൻ പൊന്നപ്പട, എടാ എന്തോ എൻ്റെ കാലല്ല അവൻ്റെ കാല്, എൻ്റെ അമ്മ എൻ്റെ സിൽമയിലെടുത്തുടാ. അടിപൊളി. അപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറെ ഇപ്പം നിലവിലില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആട്ടായം ബഷീർക്ക. ആട്ടായം ബഷീർക്കാനെ വൈറലാക്കണം. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ജനങ്ങളെ ചിരിപ്പിച്ച് കൊല്ലുവാണ്. ഓക്കെ, എന്തായാലും സന്തോഷം അല്ലേ? ഓക്കെ ബഷീർക്ക, അപ്പോൾ നന്മകൾ ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ഓക്കെ. അപ്പോൾ എന്തായാലും ആ കോഴി കരയുന്ന ഒന്നുകൂടെ വരുത്തേ. ഒന്നുകൂടെ പോരട്ടെ. അടിപൊളി.